ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ വനിതാ എക്സ്പോ കാണാനായിട്ടാണ് പോകുന്നത്. എൻ്റെ തൊണ്ടയ്ക്ക് ഇന്നും പ്രോബ്ലം മാറിയിട്ടില്ല. അത് കണ്ട, ഇത് പുതിയ ഡ്രസ്സിൻ്റെ ഇതാണ്, പുതിയ കോസ്റ്റ്യൂം ഞാൻ ഇട്ടിരിക്കുന്നത്. ഓ മൈ ഗാഡ് ഡോണ്ട് ഡു ദാറ്റ് മോനെ. അപ്പോൾ നേരെ എക്സ്പോയിൽ ചെന്നിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. അവിടെ എന്തൊക്കെ പുതിയ ഐറ്റംസ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഇന്ന് ബേബീസ് ക്ലാസ്സിൽ പോയിട്ടില്ല. എന്താ വെച്ചാൽ ഇന്ന് ലുലു മോളിൽ പോവാന്ന് ഒറ്റ വാശിയിൽ ക്ലാസ്സിൽ പോകാൻ കഴിയില്ല. എല്ലാവരും ഹായ് പറഞ്ഞേ. ഇവിടെ ആന്റണി എവിടെ ഹായ് പറയാനായിട്ട്? ആന്റണി ഹായ് പറഞ്ഞില്ലേ, ആ പൈസ മമ്മ മേടിക്കുന്നു. ഹായ് പറഞ്ഞേ. ആ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഇന്ന് മീനു മാം അന്വേഷിക്കത്തില്ലേ ജോജി ആന്റണി എവിടെയാന്ന്? ലുലു മോൾ. സോറി മാം, മക്കൾക്ക് ലുലു മോള് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി എല്ലാം. അതുകൊണ്ട് അവരിന്ന് ക്ലാസ് കട്ടടിച്ചു, ലുലു മോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നാണ് പോകുന്നത്. ഒരു 11 മണിയായി ഇപ്പോൾ, അല്ല സോറി 12 മണി. ഇവരെ പിക്ക് ചെയ്യുന്ന ടൈമാണ്. ഇന്നിപ്പോൾ എണീക്കാൻ കഴിയില്ല, എത്ര വിളിച്ചിട്ട് ലുലു മോൾ എന്ന് പറഞ്ഞ് കിടപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവരെ കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഞാനൊരു കാര്യം പറയാൻ വന്നത്, ഒരുപാട് പേര് ബേബീസിൻ്റെ പേര് ആൻ്റണി എന്ന് ഞങ്ങൾ വിളിക്കുന്നേ ഉള്ളൂ. ആൻ്റണി എന്നാണ് പേര്. മറ്റേ പേര് ജോജി എന്ന് വിളിച്ചാലും ജോർജി എന്നാണ് ആക്ച്വൽ വിളിക്കേണ്ട, ജോർജി എന്നാണ്. അപ്പം വിളിച്ച് കൊഞ്ചി വിളിച്ച് ജോജി വിളിച്ച് ജോജി അല്ല, അവൻ്റെ ശരിക്കുള്ള പേര് ജോർജ് എന്നാണ്, ആൻ്റണി എന്നാണ്. അങ്ങനെ 2 പേരുണ്ട്. പിന്നെ നമ്മൾ കൊഞ്ചി വിളിക്കുന്ന പേരാണ് ജോർജി. അത് ശരിക്കും തെളിച്ച് എല്ലാവരും ജോർജി എന്ന് വിളിച്ചാൽ ഓക്കെ. ഞങ്ങളടക്കം ജോജി എന്ന് വിളിച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയി, ജോജി ആയിപ്പോയി. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങൾക്ക് എന്നും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയോ ആൾക്കാർ വ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് വളരെ കുറവാണ്. അങ്ങനെ ആക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫോൺ എടുക്കുമ്പോഴും സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് സബ്സ്ക്രൈബ് അടിച്ചു കഴിഞ്ഞ് ഓൾ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇതും വരും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. എല്ലാവരും ബൈ പറഞ്ഞേ. ഇവിടെ നോക്കി ബൈ പറഞ്ഞേ. മൊട്ടകളെ ഇതാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ, ഒരു സെക്കൻഡ് കിട്ടിയാൽ മതി ഇടിയാണ്. അപ്പൊ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എവിടെയാ മറ്റയാളെവിടെ? ബാക്കി ഇരിക്കുന്ന മറ്റേ ചേച്ചി എവിടെ? ഉറങ്ങി കിടക്കുവാണോ? ഓക്കെ, ജോമൻ ചേട്ടൻ്റെ ചേച്ചി. ബൈ. ഞാനിപ്പോൾ ഒരു ഷോപ്പ് തൊട്ടടുത്ത് മരടിലുള്ള ഏതൻസിൽ വന്നത്. പക്ഷെ നല്ല ഒരു ടോപ്പ് കിട്ടിയായിരുന്നു. ഇത് കണ്ടോ, ഞാൻ നല്ലൊരു ടോപ്പ് വാങ്ങിച്ചു. അടിപൊളിയാണ്, വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഷോപ്പാണ്, ചെറിയ ഷോപ്പാണെങ്കിലും നല്ല കളക്ഷനുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടിപൊളിയായിട്ട് ഒരു ടോപ്പ് വാങ്ങിച്ചു. ഇതിപ്പോൾ നേരെ പോവാണ്. ഹായ്, സൂപ്പർ വാ. നമ്മൾ എക്സ്പോന് വന്നിരിക്കുകയാണ്. നോക്കാം എന്തൊക്കെ പുതിയ ഐറ്റംസ് വന്നിട്ടുള്ളതാണ്. സാംസങ്ങിന്റെ പുതിയ സെറാമിക് കോട്ടിംഗ് ഉണ്ടാവും. ഡോഗി കണ്ട നമ്മുടെ
ആണോ? വെള്ളയാകുമ്പോൾ എല്ലാത്തിനും സ്വീച്ച് എല്ലാത്തിനും ചേച്ചിക്കാണോ? ഇതല്ലേ പക്ഷെ ഒറ്റ പ്രശ്നം ഭയങ്കര ചെറുതുണ്ടോ ഇത് വയറിന് ग्लास क्लीनर कितना है? नीचे वाला भी रहेगा मतलब बनेगा जब मटेरियल में लग तो साइज का कमाए तो मैं मिल
ഇവിടെ എല്ലാം പക്ഷെ ആൾക്കാര് ഇവിടെ എടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു ചെറിയ ബ്രേക്കിൻ്റെ സമയത്ത് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചാൽ എൻ്റെ ശബ്ദം പോയിരിക്കാൽ ഐസ്ക്രീം കഴിക്കും. കണ്ട ജോർജി ഉറങ്ങി. ആൻ്റണി നമ്മൾ കുറച്ച് തിങ്സൊക്കെ വാങ്ങിച്ചു. ഹലോ, ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുക. ആർക്കും കൊടുക്കാതെ കഴിച്ചു നോക്കി. എനിക്കിഷ്ടമുള്ള 2 ബാഗ് വാങ്ങിച്ചത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ബാഗ് കണ്ടോ. എനിക്കിഷ്ടമുള്ള ബാഗ് വാങ്ങിച്ചു. കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ബേബീസിലും എനിക്ക് പിള്ളേർക്കുള്ളതൊക്കെ വാങ്ങിച്ച് കൊള്ളാം. കണ്ട ബൈക്ക് കണ്ട വാവേ, എൻഫീൽഡ്. ഇതിലാണെങ്കിൽ ഇവർക്ക് കാറ് വേണം ഇപ്പം തന്നെ. ഫുഡിൻ്റെ സ്ഥലമെത്തി. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വളരെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മണി 3:30 അയ്യോടാ, ചിഞ്ചു മോമനെ ചിഞ്ചു കുട്ടനോ മോനെ ചിഞ്ചു കുട്ടനോ ഒരു മുത്തനെ ചാടരുത് ചാടരുത്. അത് കെട്ടിപ്പിടിച്ചേ, അന്നിക്കുട്ടനെ കെട്ടിപ്പിടിച്ചേ. മമ്മ നോക്കട്ടെ, മമ്മ നോക്കട്ടെ. അന്നീ 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 ഹഗ് ചെയ്തേ, ജോജിക്കുട്ടനെ ഹഗ് ചെയ്തേ വാവേ. ബിസി ആയിട്ട് ഓടും. അത് കണ്ടോ. വന്നിരിക്കുന്ന കേത്തൽ ചിക്കനാണ്. കേത്തൽ ചിക്കൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡാണ് എൻ്റെ. അന്നീ അപ്പോൾ ചിക്കൻ ബേബീസിന് കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഗീ റൈസാണ് കൊടുക്കുന്നത്. തലയിടിക്കും. 5 പേര് അല്ല 4 പേര്, മൊത്തം 4 പേര്. ബേബീസിന് നമുക്ക് കയ്യിൽ കൊടുക്കാം. അപ്പോൾ ഇത് കണ്ട വാഴയിലാണ് കേത്തൽ ചിക്കൻ വിളമ്പുന്നത്. ആരെങ്കിലും കേത്തൽ ചിക്കൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ബിക്കോസ് ഞാൻ വർഷങ്ങളായിട്ട് കഴിക്കുന്ന സാധനമാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്ന സമയത്ത് മറക്കി അമ്മ ഒരു കാര്യം പറയട്ടെ. ട്രിവാൻഡ്രത്ത് പോകുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തൊട്ടടുത്താണ് ചാല. അപ്പോൾ ചാലയിൽ പറഞ്ഞു വിട്ടിട്ട് ഇന്ന് മുന്നേ ചവിട്ടിയ അവന് ആനി ബാഡ് ബോയ് അവിടെ കടുക്കാണ്. മൈ ഗോഡ്, കിടാനു. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ റൂമിൽ മീൻസ് ഒരേ ഹോട്ടലായിരിക്കുമല്ലോ, വർഷങ്ങളായിട്ട് ഒരേ ഹോട്ടൽ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ബോയ്സിനെ ഞാൻ പറഞ്ഞു വിടും. എന്നിട്ട് കേത്തൽ ചിക്കൻ വാങ്ങിക്കാൻ പറയും. കേത്തൽ ചിക്കനും ചപ്പാത്തിയും കൊണ്ടുവരും തരും, റൂമിൽ കൊണ്ടുവന്ന് തരും. അങ്ങനെ ചാലയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന് കേത്തൽ ചിക്കൻ, ബിക്കോസ് കേത്തൽ ചിക്കൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവർ കലൂര് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്നുവെച്ചാൽ ഒരു 10-11 ഇയേഴ്സിന് മുന്നേ അവിടെ AJ റെസിഡൻസി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു ഫുഡ്, താഴെ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അവിടെ പോയി ഞാനും ഹസ്ബൻഡ് പോയി കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവർ നേരെ അവരുടെ ഷോപ്പ് നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, എടപ്പള്ളിയിൽ ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ ഞാനും ഹസ്ബൻഡും വന്ന് കഴിക്കും. ഇന്നിപ്പോൾ എല്ലാവരും കൂടെയാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ എക്സിബിഷനൊക്കെ കണ്ടു. ഒരു 2-3 ചുരിദാർസ് വാങ്ങിച്ചു. നല്ല ചുരിദാറുകളാണ്. 3-4 ചുരിദാർ വാങ്ങിച്ചു. പക്ഷെ നല്ല അഫോർഡബിൾ റേറ്റാണ്, വലിയ റേറ്റ് ഒന്നുമില്ല, നല്ല ചുരിദാർസാണ്. പിന്നെ ഡൽഹി പോയി പർച്ചേസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ 200 റുപ്പീസിന് കിട്ടും. നേരെ ട്രാവലിംഗ് ചാർജ് എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചുരിദാർ മേടിച്ചു. പിന്നെ ഒരു വാക്യൂം, ചെറിയ പോർട്ടബിൾ വാക്യൂം ക്ലീനർ വാങ്ങിച്ചു. ഷൂസ് സോക്സ് എടുക്കുക. ഷൂസ് ഇട്ടാ ഊരിയേ. ഞാൻ ഇറങ്ങുക ജോജി. ഷൂസ് ഊരിയ മമ്മ. ഇനി ഒരു ചോക്ലേറ്റ് മേടിക്കാൻ പറഞ്ഞു, ഒരു ഐസ്ക്രീം തരാൻ പറഞ്ഞു.
ആ ഐസ്ക്രീം വേണമെങ്കിൽ ഷൂസ് അഴിക്കരുത്. ഷൂസ് അഴിക്കാതെ ഭക്ഷണം കഴിക്കണം. കണ്ടോ ഇടിക്കണം നോക്കി, കണ്ടോ മമ്മനെ ഇടിക്കണം നോക്കി. ഇതാണോ കൊച്ച് ജോജിക്കുട്ടനാണി, നമ്മുടെ ജോജിക്കുട്ടനാണി. അതെ അതെ അതെ, ഇവിടുന്ന് കൊണ്ടുപോകണം. ഉണ്ടോ? ഇവിടുന്ന് കൊണ്ടുപോകും. അതായിരിക്കും പ്ലീസ്. ഇടിക്കല്ലേ വാവി, ഇടിക്കല്ലേ. എന്നിട്ട് വേറെ അപ്പോൾ കേതൽ ചിക്കൻ വന്നവരെ വെയിറ്റിംഗ് ആണ്. ബിക്കോസ് ഹസ്ബൻഡിനും വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ സാറ്റർഡേസ് ഒക്കെ ആണെങ്കിൽ, സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ സമയം പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും വീട്ടിലെല്ലാ ദിവസവും നമ്മൾ ഫിഷ് കറിയും നമ്മുടെ അവിയലും മോരും അച്ചാറും ഒക്കെയല്ലേ നമ്മൾ കഴിക്കുന്നത്. എന്തായാലും അപ്പോൾ ഒരു മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാറുണ്ട്. വീട്ടിലേക്ക് ഫുഡ് വരാറുണ്ട് സ്വിഗ്ഗി വഴി. ഇവർ സ്പെഷ്യൽ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ചപ്പാത്തിയും ചിക്കൻ ചെറിയ കുഞ്ഞു കോഴിയുടെ ഫ്രൈ ആണ്, പിന്നെ നാരങ്ങ അച്ചാർ, ഗീ റൈസ്. ഇത്രേ ഉള്ളൂ, 4 ഐറ്റമേ ഉള്ളൂ. നമുക്കിത് തന്നെ മാറ്റി എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. സോ വളരെ ടേസ്റ്റിയാണ്. ഇതാണ് ചിക്കൻ, കുട്ടി ചിക്കൻ ഓർത്ത് കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു 3 ചിക്കനെ കഴിച്ചാൽ കുഴപ്പമില്ല. ബിക്കോസ് ഇതിൽ കുഞ്ഞു പീസാണ് കാണിച്ചത്, കുട്ടി പീസാണ്. അപ്പോൾ ചപ്പാത്തി ആണെങ്കിലും നല്ല അവർ ഹാൻഡ് മെയ്ഡ് ചപ്പാത്തി, അല്ലാതെ നമ്മുടെ ഇപ്പം കിട്ടുന്ന ചപ്പാത്തിയൊന്നുമല്ല, ചെറിയ ഹാൻഡ് മെയ്ഡ് ചപ്പാത്തിയാസാണ് അവിടെ ഉണ്ടാക്കുന്ന ചപ്പാത്തി. സോ അതും വളരെ ടേസ്റ്റാണ്. അതിൻ്റെ അച്ചാർ ഒരു ഇതാണ്, ആ ഗ്രേവിയും അച്ചാറെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം 3:30 മണി എനിക്ക് വിശക്കാൻ തുടങ്ങിയതാണ്. ഓ മൈ ഗോഡ് രാജി. ഇതാണ് കേത്തൽ ചിക്കൻ്റെ കുഞ്ഞി പീസ്, ഗീ റൈസ്, പപ്പടം. ഇത്രയേ ഉള്ളൂ ഐറ്റം. കണ്ടോ ചപ്പാത്തി. നമ്മുടെ ബാഗിലൊക്കെ തട്ടി വീഴല്ലേ. കണ്ടോ കുഞ്ഞു കോഴിയാ. ആക്ച്വലി ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചപ്പാത്തി, എനിക്കിഷ്ടമുള്ള കോമ്പിനേഷൻ ഇതാണ്. ചപ്പാത്തി, ഗ്രേവി, അവരുടെ നാരങ്ങ അച്ചാർ, കുഞ്ഞു പീസ് ചിക്കൻ, ഒരു ഗ്രേവി, ഒരു കുഞ്ഞു പീസ് ചിക്കൻ. അതാണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ. ഇങ്ങനെ വെച്ചിട്ട് ഇത് റിലയൻസിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. റിലയൻസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കോഫി ജംഗ്ഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കണ്ടോ, കോഫി ജംഗ്ഷൻ. നമ്മൾ ഇപ്പോൾ 4:30 ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുക. ചായ കുടിച്ചിട്ട് പള്ളിയിൽ പോകണം. ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ. Good evening. Coffee Junction by the night. It's beautiful. Coffee Junction. ഒത്തിരി സ്പേസ് ഉണ്ട്, പാർക്കിങ്ങിനായാലും സ്പേസ് ഒത്തിരി ഉണ്ട്. അതുപോലെ പ്രോഗ്രാം നടത്താനാണെങ്കിലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇപ്പോൾ വന്ന റെസ്റ്റോറൻറ്റ്സ് എല്ലാം ലൈക്ക് എന്താ പറയുക, ഭയങ്കര മോഡേൺ ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കംഫർട്ടബിളും. ഇപ്പോഴത്തെ ജനറേഷനായാലും ശരി, ഇപ്പോൾ നമുക്കായാലും ശരി, ആക്ച്വലി ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ് ഇഷ്ടപ്പെടുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ. അത് ഏത് റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോഴും ആ നീറ്റ് കാണുമ്പോഴാണ് നമുക്കൊരു കോഫി കുടിക്കാനെങ്കിലും തോന്നുന്നത്. Come here. Come here. Georgie, come here.
ഹായ്, ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വെസ്റ്റേൺ ലേഡിയിലേക്ക് വന്നിരിക്കുക. വെസ്റ്റേൺ ലേഡി കിടന്നുകൊണ്ട് സൂപ്പർ കളക്ഷനാണ്. അടിപൊളി ഡ്രസ്സാണ്. മോഡേൺ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഹലോ, അപ്പം നമ്മൾ ഈ ഷോപ്പിൽ വന്ന് ഇഷ്ടംപോലെ ഡ്രസ്സസ് ഉണ്ട്. പക്ഷേ ടൈം എടുക്കും, ഒത്തിരി സമയം എടുക്കും മേടിക്കാനായിട്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് വന്നപ്പോൾ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബാഗാണ്. നമുക്ക് സൂപ്പർ ബാഗാണ്. ഞാൻ ഈ ബാഗ് ഒരെണ്ണം വാങ്ങിച്ചു, എനിക്കിഷ്ടപ്പെട്ട്. ഓക്കെ, എൻ്റെ ചേച്ചി കിട്ടും ചേച്ചി അപ്പിശി. അപ്പോൾ നമ്മൾ വീടെത്തി, ഞങ്ങൾ കുളിച്ച് റെഡിയാകാൻ പോവാണ്. നമ്മുടെ ബേബീസൊക്കെ കുളിപ്പിച്ച് റെഡിയാകാൻ പോവാണ്. എന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മൾ അവിടെ പോയി വനിത എക്സിബിഷൻ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പർച്ചേസ് ചെയ്തു. വളരെ നല്ലൊരു ദിവസമായിരുന്നു. എന്തായാലും എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബൈ.